ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്നുള്ളത് കുമളി റോസ് പാർക്കിലാണ്. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറിയൊരു ട്രിപ്പ് വരാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ റോസ് പാർക്കിലെ വിശേഷങ്ങളാണ്. ഏവർക്കും നമ്മുടെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ എൻട്രൻസ് പാസ്സൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറിയിട്ടോ. നമ്മൾ ചെന്നൊരു ടൈം തന്നെ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയി. നല്ല വെയിലായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല അതുവഴി നടക്കാൻ വേണ്ടി. തണൽ തപ്പിയാണ് ഞങ്ങൾ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ചെന്ന ഉടനെ നമ്മളവിടെ ഒരു സ്ഥലത്ത് ഇരുന്ന് കേട്ടോ കുറച്ച് നേരം. പിന്നെ ഫുഡ് കഴിക്കേണ്ട സമയം കഴിഞ്ഞായിരുന്നു. നമ്മൾ ആദ്യം ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. ജസ്റ്റ് ഫുഡ് കോർട്ട് ഓപ്പൺ ആണോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ വാവേനെ കൊണ്ട് അകത്തോട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചേട്ടായി വീഡിയോ എടുത്താണ്. നല്ലൊരു വൈബാണ്, നല്ല രസമാണ് അവിടെ കാണാനൊക്കെ. നല്ല ഭംഗിയുണ്ട്. കുറേ പഴയ കാഴ്ചകളും സാധനങ്ങളും അതൊക്കെയാണ് ആ ഒരു ഫുഡ് കോർട്ടിൻ്റെ എൻട്രിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. പണ്ട് കാലങ്ങളിൽ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിക്സിയൊക്കെ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന അരി ഉഴുന്നരയ്ക്കുന്ന അരകല്ല്, ആട്ടുകല്ല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് കയറി നമുക്ക് മെനു ചാർട്ടൊക്കെ നോക്കി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 4 മണി കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാർ വരുന്നതെന്നാണ് അവിടുത്തെ സ്റ്റാഫുകൾ നമ്മളോട് പറഞ്ഞത്. നമ്മൾ ചെന്ന സമയത്ത് അവിടെ സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് ഒരു 2-3 ടീം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിലൊരു ടീം. അപ്പോൾ നമ്മൾ ആ സൈഡിൽ കണ്ട് ഫുൾ ഗ്രേപ്പ് വൈൻ്റെ ഒരു തോട്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം ചേട്ടാ കുറച്ച് വീഡിയോസ് എടുത്താണ്. പിന്നെ പതുപോലെ തന്നെ ഫുഡ് കൊണ്ടുവന്നു. അപ്പം തന്നെ വാവ കരച്ചിലും തുടങ്ങി കേട്ടോ. പിന്നെ ആദ്യം ചേട്ടൻ ഫുഡ് കഴിച്ചു. അതിന് ശേഷം വാവനെ എടുത്തതിന് ശേഷമാണ് ഞാൻ ഫുഡ് കംപ്ലീറ്റ് ആക്കി. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തണൽ പറ്റി അവിടുത്തെ ആ ഒരു ഏരിയ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇത് നമ്മൾ കയറി വന്നിട്ടുള്ള ഫുഡ് കോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ ഇപ്പോഴത്തെ സൈഡാണ്. അപ്പം അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം കുറച്ച് തണൽ. അതിൻ്റെ മണ്ട മൊത്തം മുന്തിരിയുടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു യാർഡ് ഉണ്ടായിരുന്നു. ഇത് പച്ച കളറിൽ മുന്തിരിങ്ങ അടപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തണൽ പറ്റിയാണ് നമ്മൾ പിന്നെ ആ സൈഡിലെ കാഴ്ചകളെല്ലാം കാണാൻ പോയത്. അപ്പം നിങ്ങളെല്ലാവരും ആ കാഴ്ചകളൊക്കെ പോയി കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ സൈഡിൽ നമുക്കൊരു കുളം ആദ്യം കാണാം. നമ്മൾ ആദ്യം ഇറങ്ങുമ്പോൾ തന്നെ കുളമാണ്. അതിൻ്റെ അകത്ത് കുറേ മീനുകളുണ്ട്. ആ മീനെ നമുക്ക് ലൈവായിട്ട് അവർ പിടിച്ച് അവർ ഗ്രില്ല് ചെയ്ത് തരുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ ഗെയിമിംഗ് സെക്ഷനൊന്നും അല്ല, അവിടെ തിയേറ്റർ, 3D തിയേറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എൻട്രൻസ് പാസ് മാത്രം എടുത്തിട്ടാണ് കയറിയിരിക്കുന്നത്. നമ്മളല്ലാതെ ഒരു ആക്ടിവിറ്റി ചെയ്യാനോ അല്ലാതെ വേറെ ഗെയിമിംഗ് സോണോ അങ്ങനത്തെ ഒന്നും പാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് എൻട്രൻസ് ഫീ ഒരു 120 രൂപ പെർ ഹെഡ്, അത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വാവ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നില്ല. അപ്പം ജസ്റ്റ് അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള പാസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് സൈക്ലിംഗ് ഒക്കെ, അതായത് സ്കൈ സൈക്ലിംഗ് ഒക്കെ അവിടെ ആക്ടിവിറ്റിയുടെ ഒരു പാർട്ടായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇത് ചെറിയ ഏറുമാടങ്ങൾ,
അങ്ങനെയൊക്കെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 മണിക്ക് ശേഷം നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വൈബായിരിക്കും. നമ്മൾ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. അവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു 3-4 ടീം സേവ് ദ ഡേറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ഹെലിക്യാമിൻ്റെ ശബ്ദമായിരിക്കുന്നതാണ്. പക്ഷേ അത് സ്കൈ സൈക്ലിങ്ങിൻ്റെ ഒരു സൗണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ കേട്ടിരുന്നത്. പിന്നെ നമ്മളവിടെ ആ ഏരിയ ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, ഫുൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നടന്ന് കണ്ടു. പക്ഷെ ഒരു റൈഡിലോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിലോ നമ്മൾ പോയി ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇത് വേറൊരു ടീമാണ്, സേവ് ദ ഡേറ്റ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആകണ്ടെന്ന് പറഞ്ഞാൽ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല. നമ്മൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സെക്ഷനിൽ നടക്കണം. അവിടെ ഇതുപോലെ ചെറിയ ചെറിയ ഊഞ്ഞാലുകൾ, പക്ഷേ ഈ ഊഞ്ഞാൽ അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ മുന്നോട്ട് നടന്നു. അവിടെ ഒരു പൂള് പോലൊരു സംഭവമുണ്ട് ഈ കാണുന്നത്. അതിൽ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. കയാക്കിങ്, പിന്നെ വാട്ടർ സൈക്ലിങ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതിനൊന്നും നിന്നില്ല. നമ്മൾ ജസ്റ്റ് കയറി കുറച്ച് വീഡിയോസ് എടുത്തു, ഫുഡ് കഴിച്ചു, ആ ഏരിയ ഫുള്ളൊന്ന് കണ്ടു. പക്ഷെ ആക്ടിവിറ്റി ചെയ്യാനാണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല ആക്ടിവിറ്റീസ് ആണ്.
താമരയാണല്ലോ. വേണ്ട വെള്ളത്താമര, വേണ്ട വെള്ളത്താമര. വന്ന സമയം ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു. നമുക്ക് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യം സാധനങ്ങളെല്ലാം കണ്ടു. റൈറ്റ്സിലൊന്നും കയറിയിട്ടില്ല. ജസ്റ്റ് ഒരു എൻട്രി പാസ് എടുത്ത് നമ്മൾ കയറി. ഇതിൻ്റെ അകത്തൊരു കഫറ്റീരിയ ഉണ്ട്, മൊത്തം നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഈ ഏരിയ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു. നമ്മൾ പോവാണ്. ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. I whisper in the air, humming softly to the leaving. I see a flame inside me, shining on the streets of mine. My soul was weakening. I found you. My world's now complete. I thought it was impossible,